ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ആശങ്ക ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മളുടെ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള നമ്മളുടെ ഫായികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് കൂട്ടമായി പലായനം ചെയ്തു പോകുന്നു എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇതര സംസ്ഥാനക്കാർ വളരെ കൂടുതലായിട്ട് ഗണ്യമായ തോതിൽ കേരളത്തിൽ നിന്നും പോകുന്നു. അതിന്റെ കാരണങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, എല്ലാ മേഖലയിലും സമസ്ത മേഖലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ സ്കിൽഡ് ലേബറിന്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. അൺസ്കിൽഡ് ലേബർ, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബർ ഫീൽഡിലെല്ലാം തന്നെ വ്യാപകമായിട്ട് വിന്യസിക്കപ്പെട്ടുള്ള ഒരു വിഭാഗമാണല്ലോ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഹോട്ടല്, റെസ്റ്റോറന്റ്, കൺസ്ട്രക്ഷൻ ആയാലും, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആയാലും, റോഡ് കൺസ്ട്രക്ഷൻ ആയാലും, അതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ ഈ പറഞ്ഞ അന്യസംസ്ഥാനത്ത് നിന്നുള്ള തൊഴിലാളികളെ നമ്മൾ വൻതോതിൽ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഈ കേരളത്തിൽ നിന്നും ഉള്ള പലായനം അല്ലെങ്കിൽ കേരളം വിട്ടു പോകുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് ഓർക്കാൻ കൂടെ കഴിയാത്ത ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടാനിരിക്കുന്നത്. അപ്പൊ അതാണ് നമുക്ക് ഈ വീഡിയോയിലെ എന്താണ് അതിന്റെ ചില കാരണങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 2025 അവസാനത്തോടെ കേരളത്തിൽ നിന്ന് മടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മടങ്ങുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അല്ലെങ്കിൽ തൊഴിലാളികളാണ് കേരളം വിട്ടുപോയത്. നിർമ്മാണ മേഖല, ഹോട്ടൽ മേഖല, ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ വർഷങ്ങളായിട്ട് ഈ ഇതര സംസ്ഥാന തൊഴിലാളി, നമുക്കറിയാം കോവിഡ് വന്ന സമയത്തും ഇതുപോലുള്ള ക്രൈസിസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് ചില കാരണങ്ങൾ, റൂട്ട് കോസസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും, മൂലകാരണങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്തെങ്കിലും ഒരു കാരണമില്ല ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ. ഒരു പ്രദേശത്തു നിന്ന് ആൾക്കാർ, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, തൊഴിൽ തേടി വന്നിട്ടുള്ള ആൾക്കാർ കൂട്ടമായിട്ട് അവർ തിരിച്ചു പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ ആ പ്രദേശത്തെ ജോലി സാധ്യതയ്ക്ക് എന്തെങ്കിലും അങ്ങനെ ഏൽക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രൈസിസ്. ഇപ്പൊ നമുക്ക് ഗൾഫിലോ കാണുന്ന പോലുള്ള ക്രൈസിസുകൾ, ഇപ്പൊ യുദ്ധമോ അല്ലെങ്കിൽ സിവിൽ വാർ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, കടുത്ത സാമ്പത്തിക മാന്ദ്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ആൾക്കാർക്ക് തൊഴിൽ ചെയ്യാൻ സാധ്യത കുറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ ഇപ്പൊ യുദ്ധവും അല്ലെങ്കിൽ സിവിൽ വാറോ അങ്ങനെയൊന്നുമല്ല, സാമ്പത്തിക മാന്ദ്യത്തിന്റെ വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ മറ്റു ചില കാരണങ്ങളാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നമുക്കിവിടെ അറിയാം, നമ്മളിപ്പം ഒട്ടുമിക്ക ആൾക്കാരെ കാണുമ്പോഴും ബംഗാളി ബംഗാളി എന്നായിരിക്കും നമ്മൾ വിളിക്കുന്നത്. ഇപ്പൊ ബംഗാൾ, ആസാം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടുന്ന് മടങ്ങിപ്പോയാൽ ഏറ്റവും കൂടുതലായിട്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ പറഞ്ഞ നമ്മുടെ SIR, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ്. കാരണം പലരും അവർ തിരിച്ച് അവിടെ ഇല്ലെങ്കിൽ, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അവരുടെ നാട്ടിലില്ലെങ്കിൽ, ഈ പറഞ്ഞ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്ന സമയത്ത് അവിടെ ഇല്ലെങ്കിൽ അവരെ അതിനകത്ത് നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു രീതിയാണല്ലോ പല സംസ്ഥാനങ്ങളും നമുക്കിപ്പോൾ നിലനിന്ന് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പൗരത്വം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു അഭ്യൂഹങ്ങൾ നമുക്കറിയാം. തീർച്ചയായിട്ടും ഒരു പാനിക്ക്, ഏതൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പാനിക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ആളുണ്ട്. ഇതുള്ള അഭ്യൂഹങ്ങൾ പടർത്താനോ അല്ലെങ്കിൽ ആശങ്കകൾ പടർത്താനോ നടത്തുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒട്ടുമിക്ക തൊഴിലാളികളും അല്ലെങ്കിൽ ആൾക്കാരും ഇവിടം വിട്ടു പോയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ മടങ്ങിപ്പോയിട്ടുള്ളത് ബംഗാളിൽ നിന്നുള്ള ഇതര സംസ്ഥാനക്കാരാണ്. കേരളത്തിന് ഇപ്പം നമുക്ക് അടുത്ത മാസം ഇവിടെ ഇലക്ഷൻ നടക്കാൻ പോകണം. അതുപോലെ തന്നെ ബംഗാളിലും ഇലക്ഷൻ നടക്കാൻ അടുത്തിട്ടുണ്ട്. അടുത്ത മാസം ഏകദേശം ബംഗാളിലും ഇലക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ വോട്ടർ പട്ടിക അവിടെ ഭയങ്കര വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ബംഗാളിലും മമതാ ബാനർജിയും കേന്ദ്രവും ഒക്കെ ആയിട്ട് തന്നെ വളരെയധികം ഒരു ടഗ് ഓഫ് വാറിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെയുള്ള വിവാദത്തിനൊക്കെ തന്നെ ഈ പറഞ്ഞ ഒരു വിഷയം കാരണമായതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചെത്തിയില്ലെങ്കിൽ പേര് വെട്ടിയേക്കുമെന്ന് ഭയം. ചില വോട്ടർ പട്ടികയിൽ പേര് കിട്ടിയില്ലെങ്കിൽ പിന്നെ മറ്റു പല പ്രശ്നങ്ങൾ, പൗരത്വം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം അതിന്റെയൊക്കെ ചില രാഷ്ട്രീയ വശങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഭയത്തെ അല്ലെങ്കിൽ ആശങ്കകളെ അടിസ്ഥാനമാക്കിയാണ് പല ആൾക്കാരും, പ്രത്യേകിച്ച് ബംഗാളിൽ നിന്നുള്ള ആൾക്കാർ കൂടുതലായിട്ട് കേരളം വിട്ടു പോയിട്ടുള്ളത്. ഒരുപക്ഷെ ഇത് താൽക്കാലികമായിട്ടായിരിക്കും. ഒരുപക്ഷെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് ഒരുപക്ഷെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ തിരിച്ചു മടങ്ങാൻ അല്ലെങ്കിൽ മടങ്ങി വരാനുള്ള സാധ്യത ഉണ്ടായിരിക്കില്ല, നമുക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ കേരളം നേരിടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഹോട്ടൽ മേഖലകളിലാണ് ബംഗാളികൾ കൂടുതൽ ജോലി ചെയ്യുന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇവരുടെ തിരിച്ചുപോക്ക്, ഹോട്ടൽ
മേഖലയൊക്കെ തന്നെ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകും. ഇപ്പോഴത്തെ LPG പ്രശ്നം നമുക്കറിയാം. LPG കിട്ടാതെ വരുന്നതുകൊണ്ടും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ തന്നെ വൺ ബൈ വൺ ആയിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തൊഴിൽ ചെയ്യുന്ന ആളിനെ കൂടെ കിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധി കേരളത്തിൽ ഈ മേഖലയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ഹോട്ടല്, റെസ്റ്റോറൻറ്റ്, ഈ പറഞ്ഞ സിലിണ്ടറിന്റെ LPG ഗ്യാസിന്റെ ലഭ്യത, അത് അതിലുള്ള കുറവ്, ഇതൊക്കെ തന്നെ ഈ മേഖലയിലെ പ്രത്യേകിച്ച് ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയുടെ നട്ടലൊടിക്കുമെന്നാണ് ആൾക്കാരുടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ പൊതുവെയുള്ള വിലയിരുത്തൽ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് നിർമ്മാണ മേഖല. നമുക്കറിയാം, എവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നിർമ്മാണ മേഖല മാത്രമല്ല, നമുക്ക് ഏത് തരത്തിലുള്ള ജോലികളിലും നമുക്ക് അവരെ കാണുവാൻ സാധിക്കും. നമ്മുടെ ഒരു സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും, ഇല്ലേ, നമ്മൾ വീട്ടുപണി നമ്മുടെ പറമ്പിലെ പണികൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും തെങ്ങ് കയറാനും അല്ലെങ്കിൽ മരം മുറിക്കാനും മരം വെട്ടാനും റോഡ് പണിയാനും കൺസ്ട്രക്ഷൻ വർക്കിലും എല്ലായിടത്തും നമുക്ക് ഈ പറഞ്ഞ തൊഴിലാളികളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ചില പ്രത്യേക ക്രിട്ടിക്കൽ ആയിട്ടുള്ള മേഖലകളാണ് ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് മേഖലകൾ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖല. ഈ പാചകവാതക ലഭ്യത കുറവ്, അതുപോലെ തന്നെ ജീവിത ചെലവിലെ വർധനവ്, ഇതൊക്കെ തന്നെ കാരണം പല ആൾക്കാരും ഇവിടം വിട്ടുപോയിട്ടുണ്ട് എന്നാണ് ഈ നിർമ്മാണ മേഖലയിലെ അതുമായിട്ട് ബന്ധപ്പെട്ട സംരംഭകരൊക്കെ പറയുന്നത്. പലയിടങ്ങളിലും തൊഴിലാളികൾ കൂട്ടമായിട്ട് അവരുടെ നാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അത്തരം തിരക്കുകളൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിലെ നിർമ്മാണ മേഖലയെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ പറഞ്ഞ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ്. അപ്പോൾ അവരെ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ മേഖല പൂർണ്ണമായിട്ടും, ഭാഗികമായിട്ടല്ല പൂർണ്ണമായിട്ടും സ്തംഭിക്കാനുള്ള സാധ്യത. കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാർ തീർച്ചയായിട്ടും ഈ മേഖലയിലൊക്കെ ഇനിയും ജോലി ചെയ്യുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് കെട്ടിട നിർമ്മാണം, റോഡ് നിർമ്മാണം, ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, അത് റോഡായാലും ശരി, പാലമായാലും മറ്റേത് നിർമ്മാണ പ്രവർത്തികളായാലും ശരി, ടൈൽസിന്റെ പണി, പെയിന്റിങ് പണി, ഇതുപോലുള്ള പല മേഖലകളിലും ഈ പറഞ്ഞ അന്യസംസ്ഥാന തൊഴിലാളികളാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ തൊഴിലാളി ശക്തി ഇവരാണ്. അപ്പൊ ഇതുകൊണ്ട് എവര് പോയി കഴിഞ്ഞാൽ ഈ മേഖലകളൊക്കെ തന്നെ വളരെയധികം പ്രതിസന്ധി നേരിടും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നും. LPGയുടെ ക്ഷാമം മൂലം ഇപ്പൊ നമുക്കൊരു LPG കിട്ടാനില്ല. അപ്പൊ പാചകം ചെയ്യാനുള്ള സൗകര്യം കുറയുന്നു, ഭക്ഷണച്ചെലവ് കൂടുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിഗണിച്ച് പല ആൾക്കാരും അല്ലെങ്കിൽ പലരും ഇവിടെ ജോലി തുടരുന്നതിൽ അല്ലെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യുന്നതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും, അപ്പൊ അതിന്റെ ഒരു സങ്കീർണത അപ്പൊ അങ്ങനെ നിലനിൽക്കുന്ന ഒരു ക്രൈസിസിന്റെ അടിസ്ഥാനത്തിൽ പല ആൾക്കാരും, എല്ലാവർക്കും സർവൈവലാണ് വിഷയം, അല്ലേ? എല്ലാ മനുഷ്യർക്കും സർവൈവലാണ് വിഷയം. അപ്പൊ സർവൈവലിന് അവർ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഏത് പ്രദേശത്ത് നമ്മൾ പോയി ജോലി ചെയ്യുകയാണെങ്കിലും നമ്മളായാലും അങ്ങനെ തന്നെയല്ലേ. തീർച്ചയായിട്ടും നമുക്ക് അവിടെ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വളരെ രൂക്ഷമായിട്ട് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ പ്രദേശത്ത് നിൽക്കാറില്ല. നമ്മൾ അവിടെ വിട്ട് പോവുകയോ, ഒന്നെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരികയോ, അല്ലെങ്കിൽ നമ്മൾ മറ്റ് ഏതെങ്കിലും ഇടം തേടി പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നിർമ്മാണ മേഖലയിലും ഒക്കെ തന്നെ ഈ പറഞ്ഞ ഒരു മന്ദിപ്പ് ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക പൊതുവെ നിലനിൽക്കുന്നുണ്ട്. ചില ജില്ലകളിൽ ഈ പറഞ്ഞ തൊഴിലാളികളുടെ ലഭ്യത കുറയുന്ന സാഹചര്യം ഇത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നിർമ്മാണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളൊക്കെ പറയുന്നത്. വലിയ കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ വലിയ പദ്ധതികൾ നടപ്പിലാക്കുന്നവർക്കും ചെറുകിട കോൺട്രാക്ടർമാർക്കും എല്ലാം തന്നെ ഇത് വലിയൊരു ചലഞ്ചായിട്ട് മാറും. കാരണം തൊഴിലാളിയെ എവിടെയും, ലോകത്തെവിടെയും നമുക്കറിയാം ലേബറാണ് പ്രധാനം. ബാക്കിയെല്ലാം നമുക്ക് ഓക്കെയാണ്. ക്യാപിറ്റലും അല്ലെങ്കിൽ കമ്പനി ഉണ്ടാക്കാം, നമുക്ക് ഫാക്ടറി പണിയാം, അല്ലെങ്കിൽ അതേ മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നമുക്ക് ഓർഗനൈസ് ചെയ്യാം. പക്ഷേ ജോലി ചെയ്യാൻ ലേബർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ തൊഴിലാളികളില്ലെങ്കിൽ ഒരിക്കലും ഒരിടത്ത് ഒരു കാര്യം നടക്കത്തില്ല. നമ്മളൊക്കെ എത്ര ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞാലും ശരി, മനുഷ്യരില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യവും മുമ്പോട്ട് ഓടത്തില്ല അല്ലെങ്കിൽ പോകത്തില്ല എന്നുള്ളത്. അതുതന്നെയല്ല, നമുക്കറിയാം ഇവിടെ ഈ പറഞ്ഞ തരത്തിലുള്ള തൊഴിലാളികളെ നമ്മൾ വിന്യസിച്ചിരിക്കുന്നത് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഇടങ്ങളാണ്. എന്നുവെച്ചാൽ ലേബർ അത്യാവശ്യമാണ്. നമുക്ക് ടെക്നോളജി ഒന്നും ഉപയോഗിക്കുന്ന ഇടങ്ങളൊന്നുമില്ല, ഇല്ലേ? ഹോട്ടലിൽ പൊറോട്ട അടിക്കാനോ അല്ലെങ്കിൽ ഹോട്ടലിൽ മാവ് കുഴയ്ക്കാനും അല്ലെങ്കിൽ റോഡ് പണിക്കൊക്കെ തന്നെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് പണിക്കൊക്കെ തന്നെ എന്തോ ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മൾ. ഓട്ടോമേഷൻ എന്നോടൊന്നും ഇല്ലല്ലോ തീർച്ചയായിട്ടും. റോബോട്ടിക് ആയിട്ടുള്ള ഓട്ടോമേഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നും ഉപയോഗിച്ചല്ല ഈ മേഖലകളൊന്നും പ്രവർത്തിക്കുന്നത്. പ്യുവർലി ലേബർ ഇന്റൻസീവ് ആണ് അല്ലെങ്കിൽ ലേബർ ഓറിയന്റഡ് ആണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും തൊഴിലാളികൾ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ
പല മേഖലകളും അല്ലെങ്കിൽ ഒട്ടുമിക്ക മേഖലകളുടെയും പ്രവർത്തനം ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, നിർമ്മാണം, നമ്മൾ നേരത്തെ പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ, കൃഷി, മത്സ്യബന്ധന അനുബന്ധ ജോലികൾ, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് മേഖല, അതായത് മീൻപിടുത്തം ഒക്കെ തന്നെ ഇപ്പോൾ അവരെയൊക്കെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഹോട്ടൽ, റെസ്റ്റോറൻ്റ് ഒക്കെ നമുക്കറിയാം വ്യാപകമായിട്ട് അവർ ജോലി ചെയ്യുന്ന മേഖലകളാണ്. അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, സ്മോൾ ഇൻഡസ്ട്രീസ് സെക്ടറിലുള്ള ചെറുകിട വ്യവസായങ്ങൾ, അങ്ങനെ അനവധി മേഖലകളിൽ ഇവരുടെ പങ്ക് സങ്കീർണമാണ്. അപ്പോൾ ഇവരുടെ ലഭ്യത കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കേരളത്തിന്റെ എക്കോണമി പൊതുവെ വളരെയധികം ബാധിക്കുന്ന വലിയൊരു ക്രൈസിസ് ആയിട്ട് മാറുമെന്നാണ് ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അപ്പൊ ഈ പറഞ്ഞ പലായനം തുടരുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ നമ്മുടെ എക്കോണമിയെ അത് ബാധിക്കും. കാരണം ഇക്കണോമിയിലെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലനം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാവുകയും തൊഴിലാളികളുടെ ക്ഷാമം മൂലം എല്ലാ മേഖലകളിലും നിർമ്മാണ ചെലവ് കൂടാനും പദ്ധതികൾ വയ്യാനും സാധ്യതയുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ റീപ്ലേസ് ചെയ്ത് നമ്മളെ കേരളത്തിലുള്ള ലേബറിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്താലും കൂടുതൽ ചെലവ് നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും നിർമ്മാണ ചെലവ് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം നിർമ്മാണ ചെലവ് കൂടാൻ സാധ്യത ഇത് മാത്രമല്ല, കാരണം കുറവ് ലേബർ, അതായത് ലേബറിന്റെ ഡിമാൻഡ് പിന്നെ കുറവും അതിന്റെ സപ്ലൈ കൂടുതലും ആയിരിക്കുമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഈ കോസ്റ്റ് ഓഫ് ലേബർ കൂടാനുള്ള സാധ്യത, കാരണം ജോലി ചെയ്യാൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരില്ല. അപ്പം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ തുക അല്ലെങ്കിൽ കൂടുതൽ ലേബർ ചാർജ് ഡിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നിർമ്മാണ ചെലവ്, എല്ലാ മേഖലകളിലും നിർമ്മാണ ചെലവ് കൂടാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ കേരളം വളരെ, എന്താണ് പറയുന്നത്, ആരും ഇതിനെ പ്രത്യേകിച്ച് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കാരണം ഇത് ആരാണ് ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടവരാണ്? കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ, പ്രതിസന്ധികൾ ആദ്യാവസാനം ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ്. ആര് ഭരിച്ചാലും ഗവൺമെന്റിനെ ഇത് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വളരെ വ്യാപകമായിട്ടും അല്ലെങ്കിൽ വളരെ ആഴത്തിൽ ബാധിക്കുന്ന ഒരു വിഷയം എന്ന രീതിയിൽ ഇതിനെ നമ്മൾ ഒരു വാർ ഫൂട്ടിങ്ങിൽ അല്ലെങ്കിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി പരിഗണിച്ചുകൊണ്ട് ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ കേരളത്തിന് ഉണ്ടാക്കി വെക്കാൻ പോകുന്ന സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് ഉണ്ടാക്കാൻ പോകുന്ന വളരെ പ്രതിസന്ധി ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് മാനേജ് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. അപ്പൊ ഈ ഒരു വിഷയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം പലയിടത്തും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നമുക്ക് വായിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയത്തില്ല. ഇതൊരു താൽക്കാലികമായിട്ടുള്ള പ്രതിഭാസമാണോ അതോ ഇതൊരു നമ്മൾ ഒരു ബിഗിനിങ് എന്ന് നമ്മൾ പറയത്തില്ല, ഇതിന്റെ ചിലപ്പം ഈ കൂട്ടപ്പലായനത്തിന്റെ തുടർച്ചയാണോ, ഇത് മുന്നോട്ട് ഇത് തുടരാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളം വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് തൽക്കാലം പറയാനുള്ളത്. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.